نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നെന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിലെ ഏറ്റവും സന്തോഷകരമായ ദിനരാത്രങ്ങളിലൂടെയാണ് ആരാധനാകർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പള്ളിയിൽ നമ്മൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ റമദാനിൽ ചെയ്തിട്ടുള്ള എല്ലാ അമലുകളെയും റയ്യാൻ കവാടത്തിന് അർഹമാകുന്ന സൽപ്രവർത്തനങ്ങളായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യവും ആഗ്രഹവും എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് പറയാനുള്ള മറുപടി സത്യവിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗത്തിലെത്തിപ്പെടുക എന്നതും സത്യനിഷേധികൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കിയ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതുമാണ്. ആ സ്വർഗപ്രവേശനവും നരകമോചനവും ആർക്കാണ് അള്ളാഹു കൊടുക്കുക എന്നത് വളരെ ലളിതമായി നമ്മൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തന്നു. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. പരലോകത്തെക്കുറിച്ച് അല്ലാഹ് അങ്ങനെ പറഞ്ഞു തരികയാണ്. അവിടെ നമ്മളുടെ സമ്പത്തോ നമ്മുടെ കുടുംബമഹിമയോ നമ്മുടെ ജോലിയോ നമ്മുടെ അധികാരമോ സ്ഥാനമാനങ്ങളോ ഒന്നും അല്ലാഹ് പരിഗണിക്കൂല. പിന്നെ എന്തിനെ പരിഗണിച്ചിട്ടാണ് അള്ളാഹു സ്വർഗം തരിക? ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. പരലോകത്തൊരുമിച്ചു കൂടുന്നവരുടെ ഹൃദയം, കൽബുൻ സലീമായവർ ആരുടേതാണോ അവർക്കാണ് സ്വർഗവും നരകമോചനം. വളരെ ലളിതമായിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. കോടാനുകോടി മനുഷ്യരിൽ ആരുടെ ഹൃദയമാണോ കൽബുൻ സലീമായി പരലോകത്തെത്തിയത് അവർക്കാണ് അള്ളാഹു സ്വർഗം കൊടുക്കുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക. നമ്മൾ ഈ ആരാധനകളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഹൃദയം കൽബുൻ സലീമാകുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ഹൃദയം കൽബുൻ സലീം ആകുന്നതിന് രണ്ടു ഭാഗമുണ്ട്. ഹൃദയം കൽബുൻ സലീം ആകുന്നതിന് രണ്ടു ഭാഗമുണ്ട്. ഒന്ന് ആരാധനയാണ്. അതാണ് നമ്മൾ റമദാനിൽ സജീവമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോമ്പെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പള്ളിയിൽ വരുന്നു, തറാവീഹ് നമസ്കരിക്കുന്നു, ദാനധർമ്മങ്ങൾ ചെല്ലുന്നു, ദിക്റുകൾ, ദുആകൾ, ഇസ്തിഗ്ഫാറുകൾ, സദഖകൾ, ദാനധർമ്മങ്ങൾ, ക്ലാസുകൾ കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാം ആരാധനയാണ്. അള്ളാഹു അതെല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ,
ഇതാണ് ഖൽബുൻ സലീം ആകാനുള്ള ഒരു ഭാഗം. അത് നമ്മൾ സജീവമായി ചെയ്യുന്നു. എന്നാൽ ഒരു ഭാഗം കൂടി പൂർത്തിയാകുമ്പോഴാണ് നമ്മുടെ ഹൃദയം ഖൽബുൻ സലീം ആവുക. അപ്പോഴാണ് നമ്മൾക്ക് നരകമോചനവും പാപമോചനവും ഏറ്റവും അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ലഭ്യമാവുകയും ചെയ്യുക. അതെന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു തരുന്നത് ഇപ്രകാരമാണ്. തഫ്സീറുകളിൽ കാണാം, ലാ ഹസദ വലാ ഫുസൂഖ വലാ ഇസ്യാന ഫീ ഖൽബി. ആരാധനകൾ സജീവമായി ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഹൃദയത്തിൽ അള്ളാഹു ആരാധനകൾ നഷ്ടപ്പെട്ടു പോകുന്ന പകയോ വിദ്വേഷമോ തെറ്റിനിൽക്കലോ പ്രതികാരമോ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വർഷങ്ങളായിട്ടുള്ള പിണക്കമോ ഇല്ല എന്ന് അള്ളാഹു ഉറപ്പുവരുത്തും. ഈ രണ്ടു ഭാഗങ്ങൾ പൂർത്തിയാക്കുമ്പോഴാണ് നമ്മുടെയും ഓരോരുത്തരുടെയും ഹൃദയം ഖൽബുൻ സലീമായി മാറുക. അതിൽ ആരാധന നമ്മൾ സജീവമാണ്, നമ്മൾ ആവർത്തിച്ചു പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിനോട് സ്വീകരിക്കാൻ. അതോടൊപ്പം ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിക്കണം, നമ്മൾ ചെയ്യുന്ന ആരാധനകൾ നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും പിണക്കമോ തെറ്റിനിൽക്കലോ പകയോ വിദ്വേഷമോ പ്രതികാരമോ ഇല്ല എന്ന് നമ്മൾക്ക് ഉറപ്പിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് സഹാബാക്കളോട് പിൻഗാമികൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, കൈഫ കുൻതും തസ്തഖ്ബിലൂന റമളാൻ, നിങ്ങൾ റമളാനെ സത്യത്തിൽ എങ്ങനെയാണ് സ്വീകരിച്ചിരുന്നത്? സഹാബാക്കളോട് ചോദിക്കാൻ, നിങ്ങൾ റമളാനിൽ എങ്ങനെയായിരുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ റമളാൻ എങ്ങനെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയത്, നിങ്ങൾ സ്വീകരിച്ചത്? സഹാബാക്കളുടെ വാക്ക്, മാ കാന അഹദുനാ യജ്റഅ അലാ ഇസ്തിഖ്ബാലിൽ ഹിലാൽ വഫീ ഖൽബിഹി ദർറത്തു ഹിഖ്ദൻ അലാ അഖീഹിൽ മുസ്ലിം. ഞങ്ങൾ നോമ്പ് നോക്കുമ്പോൾ ഒരു കാര്യങ്ങൾ ഉറപ്പിക്കും. അതെന്താണ്? ഞങ്ങൾ നോമ്പ് നോൽക്കുമ്പോൾ, പള്ളിക്ക് വരുമ്പം, തറാവി നിസ്കരിക്കുമ്പോൾ, ഖുർആൻ ഓതുമ്പം, ആ ഓതുന്ന ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരാളോടും ഞങ്ങൾ തെറ്റി നിൽക്കണില്ല, പകയുമായി ഓതണില്ല, പിണക്കവുമായി നിസ്കരിക്കണില്ല, പ്രതികാരവുമായി ദിക്റുകൾ ചൊല്ലുന്നില്ല എന്ന് ഞങ്ങൾ ഉറപ്പിക്കും. സഹോദരങ്ങളെ, റമളാൻ മാറ്റത്തിന്റെ മാസാണ്. നമ്മുടെ ഭക്ഷണം മാറി, ആരാധന മാറി, ഉറക്കം മാറി, സംസാരം മാറി, ആരാധനകളോടും അള്ളാഹുവിനോടുള്ള സമീപനം മാറി. ആ മാറ്റത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഹൃദയത്തിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതായി അള്ള പറഞ്ഞ പകയില്ലാത്ത നെഞ്ചകം നമ്മൾക്കുണ്ടാക്കിയെടുക്കുക എന്നത്. അതിനുള്ള പരിശ്രമം നമ്മളിൽ ഉണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ കൂടെ ഇരിക്കുകയാണ്. ആ സമയത്ത് പ്രവാചകന് വഹി വന്നു. ആ വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ പറയാൻ, ഇതാ ഇനി ഈ സദസ്സിലേക്ക് വരുന്ന ആള് സ്വർഗത്തിലാണ് എന്ന് അള്ളാഹു വഹി നൽകിയിട്ടുണ്ട്. സഹാബാക്കള് വളരെ ആശ്ചര്യത്തോടെ പ്രതീക്ഷയോടെ നോക്കുന്നു, ആരാണ് വരുന്നത്? വളരെ സാധുവായ അധികമൊന്നും അവർക്കിടയിൽ ധനാഢ്യനല്ലാത്ത, കുടുംബ മഹിമയില്ലാത്ത സാധാരണക്കാരനായ അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് വന്നു. സഹാബാക്കൾക്ക് അത്ഭുതമായി, ഇദ്ദേഹം സ്വർഗത്തിലാണ്, അള്ളാഹുവിന്റെ വഹയുണ്ടാകെ നബിക്ക്. അങ്ങനെ സദസ്സ് കഴിഞ്ഞു. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞു, പ്രവാചകൻ വീണ്ടും പറഞ്ഞു, ഇതാ ഈ സദസ്സിലേക്ക് വരുന്ന ആൾ സ്വർഗത്തിലാണ്, അള്ളാഹുവിന്റെ വഹയുണ്ട്. അവർ വീണ്ടും ആശ്ചര്യത്തോടു കൂടി കാത്തുനിന്നു. നോക്കുമ്പോൾ അതേ അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു തന്നെ വരുന്നു. 3 തവണ പ്രവാചകൻ ഈ സദസ്സിലേക്ക് വരുന്ന ആൾ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ 3 തവണയും അദ്ദേഹം തന്നെ വന്നു. അവസാനം സഹാബാക്കൾക്ക് അത്ഭുതമായി. അവർ തീരുമാനിച്ചു, എന്താണ് അദ്ദേഹത്തിന് ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗം ലഭിക്കും എന്ന് വഹി കിട്ടാനുള്ള കാരണം? അവർ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. 3 ദിവസം താമസിച്ചു. 3 ദിവസവും താമസിച്ചതിന് ശേഷം അദ്ദേഹം ബാക്കിയുള്ളവർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അമലുകളൊന്നും ചെയ്തതായി കണ്ടില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ സ്വർഗാവകാശി എന്ന് പറഞ്ഞപ്പോൾ താങ്കളുടെ പേരാണ്, താങ്കളാണ് വന്നത്, അതിന്റെ സന്തോഷ വാർത്ത അറിയിക്കാനും എന്താണ് ഞങ്ങൾക്കില്ലാത്ത പ്രത്യേകത എന്ന് നിങ്ങളിൽ നിന്ന് കണ്ടെത്താനാണ്. സഹോദരങ്ങളെ, അതിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ ആരാധനയൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്. അതെന്താണ്? ഞാൻ ഉറങ്ങുമ്പോൾ, ഞാൻ എന്റെ ബെഡിൽ വന്നിട്ട് കിടക്കുമ്പോ ഞാൻ എന്റെ മനസ്സിൽ ഒരു കാര്യം ഉറപ്പിക്കും, ഒരു മനുഷ്യനോട് പോലും ഇന്ന ലാ അജിദു ഫീ നഫ്സി ലഅഹദിൻ മിനൽ മുസ്ലിമീന ഗിശ്ശാ വലാ അഹ്സദു അഹദൻ അലാ ഖൈരി അഅതാഹു അല്ലാഹു ഇയ്യാ. ഏതെങ്കിലും ഒരു മനുഷ്യനോട് ഞാൻ തെറ്റിയിട്ടോ പകവെച്ചിട്ടോ
പ്രതികാരം ചെയ്തിട്ടോ അല്ല കിടക്കുന്നത്. ഞാൻ ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വഹിയ എന്ന് ചൊല്ലിണിന്റെ മുന്നേ 100% ആരോടെങ്കിലും എന്തെങ്കിലും പകയുണ്ടെങ്കിൽ, വിദ്വേഷമുണ്ടെങ്കിൽ, ഞാൻ ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ, മൂത്തതാണോ ഇളയതാണോ, ഞാൻ അങ്ങോട്ട് പോകുന്നത് എന്റെ മാനക്ക് ഒന്നും ഞാൻ പരിഗണിക്കൂല. ഞാൻ പോയി സലാം പറയും, ഞാൻ വന്നിട്ട് സുഖമായിട്ടുറങ്ങും. സഹോദരങ്ങളെ, അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അണച്ചു ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ശരി, ഇതുകൊണ്ടാണ് താങ്കൾക്ക് അള്ളാഹുവിന്റെ വഹയുണ്ടായത്, താങ്കളെ കുറിച്ച് അള്ളാഹുവിന്റെ വഹയുണ്ടായത്, താങ്കൾക്ക് സ്വർഗമുണ്ടാകുമെന്ന്. സഹോദരങ്ങളെ, നമ്മൾ നോമ്പ് നോറ്റവരാണ്, അള്ളാഹുവിന്റെ പള്ളിയിൽ കൂടിയവരാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ബാക്കി എല്ലാ മേഖലയിലും നമ്മൾക്കുണ്ടായ മാറ്റം ഈ വിഷയത്തിൽ ഉണ്ടായേ പറ്റൂ. കാരണം നമ്മുടെ ഹൃദയം ഖൽബുൻ സലീമാകണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ പകയില്ലാതെയാകണം, തെറ്റില്ലാതാകുന്ന പോലെ പകയില്ലാതെയാകണം, വിദ്വേഷമില്ലാതെയാകണം, തെറ്റി നിൽക്കുന്നതില്ലാതെയാകണം. എങ്കിലാണ് നമ്മുടെ ആരാധനകളും അനുഷ്ഠാനങ്ങളും പടച്ചോൻ സ്വീകരിക്കുക. നോക്കൂ നിങ്ങൾ, ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താ അറിയോ? ഞാനും നിങ്ങളും നോമ്പ് നോറ്റ് തറാവി നിസ്കരിക്കണ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ നഷ്ടവും ദുരന്തം എന്താ അറിയോ? നാളെ പരലോകത്ത് നമ്മളെത്തി. ആരെത്തി? നമ്മളെത്തി. നമ്മളെ എത്തുന്നത് പോലെ തന്നെ വിചാരിക്കണം, നമ്മളെത്തി. നമ്മൾ ഈ ദുനിയാവിൽ ആരാധനകളും ദിക്റുകളും ദുആകളും ഒക്കെ ചെയ്തെത്തി. എത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ, അല്ലാഹുവേ, ഇതെല്ലാം നീ സ്വീകരിച്ച് സ്വർഗത്തിൽ എനിക്ക് അമ്പിയാക്കന്മാരുടെ കൂടെ പദവി നൽകണമേ എന്ന് ആഗ്രഹിച്ച് നമ്മൾ എത്തി. ഈ നാട്ടിൽ അപ്പോഴും പലരും നിസ്കരിക്കാത്തവരുണ്ടായിരുന്നു, നമ്മൾ നിസ്കരിച്ചു. റമദാനായിട്ട് പോലും നോമ്പ് നോക്കാത്ത തമ്മാടികൾ ഉണ്ടായിരുന്നു മുസ്ലിം നാമധാരികളിൽ. നമ്മൾ ഇന്ന് മാറി. നമ്മുടെ കൂട്ടത്തിൽ ഒരു പരിശുദ്ധ ഖുർആൻ ഒന്ന് ഓതുവാൻ പോലും സമയം കണ്ടെത്താത്ത ആൾക്കാരുണ്ട്. നമ്മൾ ഇതൊക്കെ മാറി. നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന സമ്പത്ത് പോലും പടച്ചോന്റെ മാർഗത്തിൽ നമ്മൾ സ്വതക്ക കൊടുത്തു. ഇതെല്ലാം ചെയ്ത് പരലോകത്തെത്തുമ്പോ, അവിടെ എത്തുമ്പോ സ്വർഗം നമ്മൾക്ക് കിട്ടുന്നതിന് പകരം ഒരു അമല് പോലും തലക്ക് മുകളിലേക്ക് ഉയർന്നിട്ടില്ല എന്ന് മരണത്തിന് ശേഷം നമ്മൾ തിരിച്ചറിയുന്ന ഒരു രംഗത്തെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. അതിനേക്കാൾ ഭയാനകത എന്താണ്? അമല് ചെയ്തിട്ട്, ഉറക്കമൊഴിച്ചിട്ട്, പട്ടിണി കിടന്നിട്ട്, പ്രാർത്ഥിച്ചിട്ട്, പള്ളിയിൽ വന്നിരുന്നിട്ട്, പാവങ്ങളുടെ വീടുകളിൽ പോയി ദാനധർമ്മം ചെയ്തിട്ട്, അള്ളാഹുവിനോട് കണ്ണുനീരോടുകൂടി ദുആ ചെയ്തിട്ട്, ഇതെല്ലാം അള്ളാഹു സ്വീകരിച്ച് സ്വർഗം നൽകും എന്ന പ്രതീക്ഷയിൽ ചെല്ലുമ്പോ പടച്ചോ നമ്മോട് പറയാൻ, ഒരു അമല് പോലും, ഒരു നിസ്കാരം പോലും, ഒരു തഹജ്ജുദ് പോലും, ഒരു തറാവീഹ് പോലും, ഒരു ദാനധർമ്മം പോലും പരലോകത്തേക്ക് എത്തിയിട്ടില്ലല്ലോ എന്ന് പറയുന്ന ഒരു രംഗമെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരു വിഭാഗം ഉണ്ട് എന്നാ നബി പറഞ്ഞ്. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇദാ ഖാസമ അഹദുക്കും അഖാഹു, നമ്മളോട് പറയാ, വിശ്വാസിയാളെ, നിങ്ങൾ ആരോടെങ്കിലും തെറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ ഫൽയുസാലിഹു, മരിക്കണിന് മുന്നേ പെട്ടെന്ന് പൊരുത്തപ്പെടണട്ടോ, സലാം പറയാനട്ടോ, മിണ്ടനട്ടോ. കാരണം ഫഇന്നല്ലാഹ ലാ യുഖ്ബൽ മിൻ അബ്ദിൻ ഖൽബുഹു മുശ്ഹിനും ബിൽ ബഗ്ളാ, പകയുമായി ആരാധന ചെയ്യുന്നവന്റെ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കണില്ലട്ടോ. എന്താ നബിന്റെ വാക്ക് സഹോദരങ്ങളെ? പകയുമായി, തെറ്റുമായി, തെറ്റി നിൽക്കലുമായി ആരുടെയെങ്കിലും ഹൃദയം, ആ ശരീരമാണ് സുജൂദ് ചെയ്യുന്നതെങ്കിൽ സുജൂദ് പടച്ചോൻ സ്വീകരിക്കണില്ലട്ടോ, നോമ്പല്ല സ്വീകരിക്കണില്ലട്ടോ. ലാ യുഖ്ബലു അമലു ഖാതിഉ റഹ്മിൻ, കുടുംബബന്ധം മുറിക്കുന്ന, ഏതെങ്കിലും രക്തബന്ധം മുറിക്കുന്ന ഒരാളുടെ ആരാധന പടച്ചോ സ്വീകരിക്കണില്ല കേട്ടോ. ഇതിനേക്കാളും വലിയ ഭയാനകത എന്താ കൂട്ടരെ? തിരിച്ചറിഞ്ഞിട്ട് തിരിച്ചു വന്ന് രണ്ടാമത് നന്നാക്കാൻ കഴിയാത്ത ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രയാസകരമായ അവസ്ഥ. അവിടെ എത്തുമ്പോൾ ചെയ്തതൊന്നും കാണുന്നില്ല എന്ന് തിരിച്ചറിവുണ്ടാവുക. അതുപോലെയോ, അതേപോലെ റമദാനിലടക്കം നമ്മൾ ഏറ്റവും കൂടുതൽ പടച്ചോണ്ട് പ്രാർത്ഥിക്കണം എന്താ? അല്ലാഹുവേ, എന്റെ പാപങ്ങൾ പൊറുക്കണേന്നല്ലേ. ഞാനുങ്ങൾ അല്ലാണ്ട് തേടുന്ന എന്താണ്? പാപങ്ങൾ പൊറുക്കണേ, ആയിരക്കണക്കിന് പാപങ്ങൾ പൊറുക്കണമേ, ചെറുതും വലുതും ഒക്കെ പൊറുക്കണേന്ന്. എന്തേ കാരണം? അല്ലാഹ് പറഞ്ഞു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ. അവനവന്റെ ജീവിതത്തിൽ കോടാനുകോടി പാപം ചെയ്തവരെ, സാരല്ല, നിങ്ങൾ എന്റെ അടിമയാണ്, ഞാൻ ഉണ്ടാക്കിയത്. നിങ്ങളെ നാട്ടുകാർ നിങ്ങളെ കുറ്റം പറയും, കുടുംബക്കാർ കുറ്റം പറയും, അന്റെ ഒന്നും അല്ല പുറത്തുവരൂല എന്ന് പറയും. അല്ലയായി ഞാൻ പുറത്തു വരടാ. ഓലൊക്കെ എത്രയും പറഞ്ഞിട്ട് 70 കൊല്ലം നിസ്കരിച്ചില്ലേ, സാരല്ല, ഈ റമദാൻ മുതൽ നന്നാകാൻ തീരുമാനിച്ചവർ തുടർന്നാൽ മതി.
ഞാൻ സ്വീകരിക്കാം, പാപങ്ങൾ പൊറുക്കാം. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപം അല്ലാഹു പൊറുക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പാപമോചനം തേടി സുജൂദില് തറാവീഹ് ശേഷം തറാവീഹിന്റെ സുജൂദിൽ മനസ്സുകൊണ്ട് ദുആ ചെയ്തു, അറബിയിൽ ദുആ ചെയ്തു, എല്ലാം ചെയ്തു. ഇതുവഴി നമ്മൾക്ക് പാപമോചനം ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ നമ്മൾ മരിച്ചുപോയി. അവിടെ എത്തിയപ്പം ഒരൊറ്റ പാപം പോലും പൊറുക്കാതെ നമ്മൾക്ക് ഇസ്ലാമികമായി പ്രായപൂർത്തിയായി ബോധം വെച്ച് അന്നു മുതൽ നമ്മൾ മരിക്കുന്നത് വരെയുള്ള കോടിക്കണക്കിന് പാപങ്ങൾ അതുപോലെ ഒന്നുപോലും പൊറുക്കപ്പെടാതെ അതിന്റെ നടുവിൽ നമ്മൾ വിറച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ അല്ലാണ്ട് ചോദിക്കൂല, പടച്ചോനെ ഞാൻ എത്ര വട്ടാ നിന്നോട് ദുആ ചെയ്തത്, എത്ര വട്ടാണ് ഇസ്തിഗ്ഫാർ നടത്തിയത്, പടച്ചോനെ നീ എല്ലാം പുറത്തു തരും എന്ന് നീ എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സുജൂദിൽ നിസ്കാരത്തിന് ശേഷം ഹജ്ജിന് പോയിട്ട് ഉംറയിൽ റമദാനിൽ എത്ര സ്ഥലത്താ അല്ലാഹുവേ ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാർ നടത്തിയത്. ആ സമയത്ത് അല്ലാഹുവിന്റെ മറുപടി എന്താ സോങ്ങളെ? എന്തുകൊണ്ടാണ് ഇത്രമാത്രം കരഞ്ഞു കലങ്ങിയ കണ്ണുമായി പിടക്കുന്ന നെഞ്ചുമായി നീ എന്നോട് ഖേദിച്ചു മടങ്ങിയിട്ടും ഒരു പാപം പോലും നിന്റേത് പൊറുക്കാത്തതിന് കാരണം എന്തെന്നറിയോ? പ്രവാചക സദസ്സം പഠിപ്പിക്കാൻ തുഫ്തഹു അബ്വാബുൽ ജന്ന യൗമുൽ ഇത്നൈനി വ യൗമുൽ ഖമീസ്, എല്ലാ തിങ്കളും എല്ലാ വ്യാഴവും സ്വർഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തുറന്നു വെച്ച് അമലുകൾ സ്വീകരിക്കുകയും പാപങ്ങൾ പൊറുക്കുകയും ചെയ്യുന്ന ദിവസമാണ് എല്ലാ ആഴ്ചയും. അതുകൊണ്ടാണ് ഇന്ന് സുന്നത്ത് നോമ്പ് വെച്ചത്, തിങ്കളും വ്യാഴവും. നമ്മുടെ പ്രവാചകന്റെ വാക്ക് ശിർക്ക് എല്ലാവരുടെയും പാപം അല്ലാഹു പൊറുക്കും. ഒരാഴ്ചയിലെ തിങ്കളും വ്യാഴവും നമ്മുടെ അമലുകൾ ഉയർത്തുകയും പാപങ്ങൾ പൊറുക്കുകയും ചെയ്യുന്ന ദിവസമാണ്. അന്ന് ശിർക്ക് ചെയ്യാത്ത എല്ലാവരുടെയും അമലുകൾ അല്ലാഹു ഉയർത്തും, പാപങ്ങൾ പൊറുക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, എന്നാൽ രണ്ടാൾക്കാർ അല്ലാഹു അമൽ ഉയർത്തൂല, പാപങ്ങൾ പൊറുക്കൂല. സഹാബാക്കൾ വെച്ച് നബിയെ ഓരെന്തേ നിസ്കരിക്കാത്തവരാ, നോമ്പ് വെക്കാത്തവരാ, നിയ്യത്ത് ശരിയാകാത്തവരാ, ഇഖ്ലാസ് ഇല്ലാത്തവരാ ആണോ? അല്ല. പ്രവാചകൻ അല്ല, അതൊക്കെ അത് ശരിയാണ്. നല്ല നിയ്യത്തിലാ നോമ്പ് വെച്ചത്, സുഹൂറിന് അത്താഴത്തിന് എഴുന്നേറ്റിട്ടുണ്ട്, ദിക്റുകളും ദുആകളും ചൊല്ലിയിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇല്ലാ റജുലൻ കാനത്ത് ബൈനഹു വ ബൈന അഖീഹി ശഹ്നാ, ഓനും അവന്റെ അയൽവാസിയും, ഓനും അവന്റെ ജേഷ്ഠനും അനിയനും, ഓനും അവന്റെ നാട്ടുകാരനും, ഓനും അവന്റെ കുടുംബക്കാരനും, അവനും അവന്റെ കൂട്ടുകാരനും തമ്മിൽ പിണങ്ങിയിട്ടാണ് ഈ ദുനിയാവെന്ന് മരിച്ചു പോയത്. എന്നിട്ട് അല്ലാഹു പറയാൻ ഫയുഖാൽ, അല്ലാഹു മലക്കളോട് പറയും, ഉൻദുറൂ ഹാദൈനി ഹത്താ യസ്തലിഹാ, ആ രണ്ടാൾക്കാരെ കണ്ടു ചോളിട്ടോ. അവർ തിരിച്ച് സലാം പറയുന്ന അന്ന് മുതലാണ് അവരുടെ ആരാധന സ്വീകരിക്കേണ്ടത്, അവരുടെ പാപങ്ങൾ പൊറുക്കേണ്ടത്. സഹോദരങ്ങളെ, നമ്മൾ അള്ളാന്റെ അടിമയാണ്. നമ്മൾ ശരിക്കാലിക്കണം, ഞാൻ നിങ്ങൾ അള്ളാന്റെ അടിമയാണ്. നമ്മൾ ഈ നോമ്പോൽക്കണതും ഇബാദത്ത് ചെയ്യണതും പള്ളിക്കൊക്കെ വരുന്നതും നമുക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് സ്വർഗം കിട്ടാൻ വേണ്ടി മാത്രമാണ്. മാലിക് യൗമിദ്ദീൻ അള്ളാഹുവാൻ. ആ അള്ളാഹ് പറഞ്ഞത് നമ്മുടെ അമലുകൾ സ്വീകരിക്കാനും നമ്മുടെ ഇസ്തിഗ്ഫാർ സ്വീകരിച്ച് പാപങ്ങൾ പുറത്ത് സ്വർഗത്തിലേക്ക് എത്താനും ആരാധനയുടെ കൂടെ നമ്മുടെ ഹൃദയം പകയിൽ നിന്നും തെറ്റിൽ നിന്നും മുക്തമാണോ എന്ന് അള്ളാഹ് പരിശോധിക്കും. ഇല്ലെങ്കിൽ തലക്ക് മുകളിലേക്ക് ഒരു സുജൂദ് പോലും ഉയരാത്ത അവസ്ഥ വരും, തലക്ക് മുകളിലേക്ക് ഒരു പ്രാർത്ഥന പോലും ഉയരാത്ത അവസ്ഥ വരും. സഹോദരങ്ങളെ, അതിനൊരു മാറ്റം ഈ റമളാനിൽ ഉണ്ടാകണം. നമ്മളിപ്പോഴും എവിടെ നിൽക്കണ സോങ്ങളെ? ഇപ്പോഴും നമ്മൾ എവിടെ നിൽക്കണറിയോ? മിണ്ടണില്ല, സലാം പറയണില്ല, സലാം മടക്കണില്ല, കല്യാണത്തിന് ക്ഷണിച്ചാ പോകൂല, ക്ഷണിക്കൂല. നാട്ടില് ഇഫ്താർ സംഗമം നടത്തി നമ്മള്, എടാ എല്ലാരും ഉണ്ട്, നാട്ടിലത്തെ എല്ലാരും ഉണ്ട്, മന്ത്രിമാരുണ്ട്, മൗലവിമാരുണ്ട്, കുടുംബക്കാരുണ്ട്, അയലോക്കക്കാരുണ്ട്. പെങ്ങളെവിടെ? ഞാൻ പെങ്ങളോട് അളിയനോട് ഞാൻ ലോക്യത്തിലല്ല. ഏട്ടനെവിടെ? ഏട്ടനേറ്റ് ഞാൻ 4-5 കൊല്ലായിട്ട് മുണ്ടിടില്ല. ഓൻ വരണ്ട, ഓൻ വന്നിട്ട് തൽക്കാലം ഇവിടെ ഇഫ്താർ നടത്തണ്ട. സഹോദരങ്ങളെ, നമ്മൾ നിൽക്കുന്ന റേഞ്ചാ പറഞ്ഞത്, നമ്മൾ നിൽക്കുന്ന റേഞ്ചാണ്. എത്ര വർഷങ്ങളായി ഒരുമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പിറന്നു വീഴുന്ന ഒരേ രക്തത്തിലുള്ള ആങ്ങളപെങ്ങന്മാർ, ജേട്ടനിയന്മാർ, ഒരേ അമ്മാവന്മാർ, അമ്മാവന്മാരും എളാപ്പമാരും, എത്ര കുടുംബം, എത്ര റമളാൻ വന്നു, എത്ര തറാവീഹ് വന്നു, രണ്ടുപേരും ഉംറ കഴിഞ്ഞു, രണ്ടുപേരും ഹജ്ജ് കഴിഞ്ഞു, നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരോടും പൊരുത്തപ്പെടിപ്പിച്ചു, വീട്ടിൽ ഹജ്ജിന്റെ സംഗമം നടത്തി, വീട്ടിൽ ഉംറക്ക് പോണിന്റെ തലേന്ന് ഭക്ഷണം കൊടുത്ത് വളമ്പി. സഹോദരങ്ങളെ, ഉമ്മാന്റെ അതേ മക്കൾ 10ഉം 15ഉം റമളാൻ കഴിഞ്ഞിട്ടും മിണ്ടുന്നില്ലെങ്കിൽ തലക്ക് മുകളിലേക്ക് 15 കൊല്ലത്തെ റമളാനിന്റെ അമൽ,
തലക്ക് മുകളിലേക്ക് 15 കൊല്ലം പ്രാർത്ഥിച്ചതിന്റെ ഇസ്തിഗ്ഫാർ ഉയർന്നിട്ടില്ല എന്ന് റസൂലുള്ളാഹിന്റെ വാക്കാണ്. മാറണ്ടേ മാറണ്ട. നമ്മള് ഒരു പള്ളിക്കൊക്കെ വന്നിട്ട് കൈ ഇങ്ങനെ കെട്ടാൻ നേരത്ത്, നിസ്കരിക്കാൻ ഇങ്ങനെ കൈയെട്ടാൻ നേരത്ത് ഇവിടുത്തെ ആളെ കണ്ടിട്ട് അപ്പുറത്ത് പോയി കെട്ടുന്ന ആൾക്കാരുണ്ട്. തൊട്ടൊരു സൊഫിൽ വന്നിട്ട് ഇവിടുത്തെ ഒരു മുസ്ലിമിന്റെ അടുത്ത് പോയിട്ട് ഇവിടെ നിൽക്കാൻ പോലും കഴിയാത്ത വിധം മനസ്സെടുപ്പുള്ളവര് റാസനെ പറ്റി സങ്കടപ്പെടുകയാണ്. ഇന്ത്യയിലെ ഈ നാട്ടിലെ മുസ്ലിമീങ്ങളെ ഇവിടുത്തെ ഫാസിസ്റ്റുകൾ ആക്രമിക്കുന്നതിനെ പറ്റി സങ്കടപ്പെടാൻ അവനാന്റെ ഒരേ രക്തത്തിൽപ്പെട്ട കുടുംബക്കാരെയും നാട്ടുകാരെയും പള്ളിക്കൊക്കെ വന്ന മുസ്ലിമായ ഒരു മനുഷ്യന്റെ ഒപ്പം നിൽക്കാൻ കഴിയാത്ത നമ്മൾ എന്തിനാ കൂട്ടരെ ഈ നാട്ടില് മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുന്ന ഫാസിസ്റ്റുകളെ പറ്റി സങ്കടപ്പെടുന്നത്? അവര് നമ്മളെക്കാൾ ഭേദമല്ലേ? ഇത് വെച്ച് നോക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ എത്ര കൊല്ലം കഴിഞ്ഞു സൗങ്ങളെ? ജേട്ടനോനിയനെ 9 കൊല്ലം തെറ്റി. 9 കൊല്ലം മിണ്ടൂല. ജേട്ടനോനിയാണ് ഒരു നാട്ടിലൊരു മഹല്ലിൽ തൗഹീദുള്ളോല് 9 കൊല്ലം തെറ്റുക. എന്നിട്ട് അവസാനം ജേട്ടന് അസുഖം വന്നു, ക്രിട്ടിക്കലായി. ഡോക്ടർ കുടുംബക്കാട് വന്ന് കാണാൻ പറഞ്ഞു. എല്ലാരും വന്നു. സ്വാഭാവികമായിട്ട് കുടുംബക്കാര് എല്ലാരും വന്ന് കണ്ടതിന് ശേഷം ഓലിങ്ങനെ കൂട്ടിയിട്ട് പറഞ്ഞു, നമുക്ക് അനിയനോടൊന്ന് വന്ന് കാണാൻ വേണ്ടി പറയാ. കാരണം പ്രയാസമാണ്. ഇപ്പൊ സംസാരിക്കുന്നുണ്ട്, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ സംസാരം നിൽക്കും. വളരെ പെട്ടെന്ന് മരണപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എല്ലാവരും കൂടി അനിയന്റെ വീട്ടിൽ പോയി. അനിയന്റെ അടുത്ത് എന്ന് അനിയനോട് കാര്യം പറഞ്ഞു. നോക്കൂ, ഉക്കാക്കാക്ക് പ്രയാസത്തിലാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് നന്നാകണം തീരുമാനിക്കുമ്പോഴേക്കും ചിലപ്പോൾ ആള് ബാക്കിയുണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പോൾ പ്രയാസഘട്ടത്തിൽ ഈ സമയത്ത് പോയിട്ടൊന്ന് പൊരുത്തപ്പെടിപ്പിക്കണം. എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി അനിയൻ ആശുപത്രിയിലേക്ക് പോവുകയാണ്. ജേട്ടന്റെ മക്കൾ പറയാം, ജേട്ടന് ചെറിയ കുട്ടികളുണ്ട്. അവര് പറയാൻ, ഞങ്ങളെ വാപ്പ ആശുപത്രിയിൽ മരണാസന്നനായി കിടക്കണ ദുഃഖത്തിലും ഞങ്ങളെ എളാപ്പാനെ ഞങ്ങൾ കണ്ടപ്പോ ഞങ്ങൾക്ക് സന്തോഷമായി. കാരണം 9 കൊല്ലമായിട്ട് ഒരു നാട്ടിലായിട്ട് മിണ്ടാനോ സലാം പറയാനോ എളാപ്പാന്റെ വീട്ടിൽ ഒരു പരിപാടിക്ക് പോകാനോ വാപ്പ സമ്മതിക്കൂല. അതെങ്ങാനും പോയാ വീട്ടിൽ കയറ്റൂല എന്ന് വാപ്പ പറയും. അവസാനം അനിയൻ വന്നു, ഐസിന്റെ ഉള്ളിൽ കയറി. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങനെ വരുന്നുണ്ട്. ആൾക്കാർ ചോദിച്ചു, എന്തേടാന്ന് ചോദിച്ചു. ഒന്നുമില്ല. എന്തേ? ഒന്നുമില്ല. എടാ എന്താണ് ഉണ്ടായത്? ഞാൻ ഇക്കാക്കാനോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. കാക്ക ഇങ്ങനെ കടക്കലോട് നിന്റെ മുഖത്തിങ്ങനെ നോക്കിയിട്ട്, ഞാൻ ചത്തോ നോക്കാൻ വന്നതാണടാ എന്ന് പറഞ്ഞിട്ട് ബാക്കി തെറിയും കൂടിയും പറഞ്ഞു. ഞാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാ ഈ കിറ്റ് വിതരണം നടത്തുന്നത്? നമ്മൾ ആരെ ബോധിപ്പിക്കാനാ ഈ നാട്ടില് ബിരിയാണി ചലഞ്ചും ബാക്കിയുള്ള ചലഞ്ചും വെച്ച് അതിന്റെ മുന്നിൽ ആളായി നിൽക്കുന്നത്? ആരെ ബോധിപ്പിക്കാനാ സുഖങ്ങളെ നമ്മൾ ദീനും ദുനിയാവും പറഞ്ഞ് നടക്കുന്നത്? അവനാന്റെ ജീവിതത്തിൽ ഒരാൾ വന്ന് സലാം പറയുമ്പം അനക്കൊന്ന് ഞാൻ പുറത്തരൂലടാന്ന് പറയാൻ മാത്രം നാവിന് ശേഷി പടച്ചോനൊരു സെക്കൻഡ് പിടിച്ചാൽ ആ നാവായിട്ട് അവിടെ നിൽക്കേണ്ടിയല്ലേ? നമ്മുടെ ഹൃദയം മാറണ്ടേ? നമ്മുടെ റമദാന് കൊണ്ട് നമ്മുടെ കണ്ണിന്റെ കാഴ്ചയിൽ, ഉറക്കത്തിൽ, ഓത്തിൽ, ദിക്റുകളിൽ വ്യത്യാസം വന്ന പോലെ ഹൃദയത്തിൽ മാറ്റണ്ടാണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം, അർറഹിമു ശജിനത്തുൻ, ബന്ധം എന്ന് പറഞ്ഞാൽ വിശിഷ്യ കുടുംബബന്ധം അള്ളാഹുവിന്റെ സിംഹാസനവുമായി ബന്ധപ്പെട്ടതാണ്. പടച്ചോനോട് നേർക്കുനേരെ ബന്ധപ്പെട്ടതാണ് രക്തബന്ധം, കുടുംബബന്ധം, ബന്ധം എന്ന് പറഞ്ഞാൽ. എന്നിട്ട് പ്രവാചകന്റെ വാക്ക് അള്ളാന്റെ പ്രഖ്യാപനാട്ടോ. ഈ വാചകം മറക്കരുത്. ഉമ്മാനടക്കം അതില് അമ്മായിയും പെടും, മരോളും പെടും, ഏട്ടത്തിയും പെടും, നാത്തൂനും പെടും. അതിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേറെ സമ്പന്നൊന്നും നരകം സ്വർഗം വിഷയത്തിലൊന്നുമില്ല. നമ്മളെ സഹോദരിമാർക്ക് അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ നാട്ടിലത്തെ ഏറ്റവും അഞ്ചനുള്ള വിഷയത്തിലാണ്. അമ്മായിയും മരോളും നമ്മളുടെ ഈ വിഷയത്തില്ല. പ്രവാചകന്റെ വാക്ക്, മൻ വസലഹ വസലഹു, ആരെങ്കിലും ബന്ധം പുതുക്കുന്നുണ്ടെങ്കിൽ റമളാനിൽ ഈ കിട്ടിയ ദിവസം കൊണ്ട് ബന്ധം ചേർക്കുന്നുണ്ടെങ്കിൽ അവനുമായിട്ട് അല്ലാഹു ബന്ധം ചേർക്കും. ആര് ചേർക്കും? അല്ല ബന്ധം ചേർക്കും. അടുത്ത വാക്ക്, വമൻ ഖതഅഹ, വമൻ ഖതഅഹ, അതിനൊന്നും നമ്മളെ കുട്ടൂല മൗലവി. നിങ്ങളെക്കാളും വലിയ മൗലവി ഇവിടെ ഒന്ന് കുത്തു പറഞ്ഞിട്ട് ഞാൻ മാറിയിട്ടില്ല. നമ്മൾ പണ്ടൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങളിപ്പോ 2 ആയത്ത് ഓതിയിട്ട് അതൊന്നും ഇപ്പൊ നമ്മളെ മനസ്സിൽ കയറില്ല. അതിനൊന്നും കരുതിയാണ് നിങ്ങൾ പറയാൻ നിൽക്കണ്ട. നിങ്ങൾ ഞാൻ ആയത്ത് ഓതീസായിട്ട് വെറുതെ മദ്യം പറയാനും വരണ്ട. അതിനൊന്നും ഞാൻ കുലുങ്ങൂല. എന്റെ വാപ്പ കുലുങ്ങിയിട്ടില്ല, വല്യാപ്പയും കുലുങ്ങിയിട്ടില്ല, ഞങ്ങൾ തറവാട്ടാരും കുലുങ്ങിയിട്ടില്ല. തൽക്കാലം റമദാൻ ലജ്ജ എന്നാലും ഞാൻ മാറൂല. അള്ളാഹുവിന്റെ വാക്ക് മാറൂല പറയുമ്പോ ഇവിടെ 900 കൊല്ലൊന്നും ജീവിക്കൂലല്ലോ. വല്യർത്താനം പറഞ്ഞ ഇവിടെ 900 കൊല്ലൊന്നും ജീവിക്കൂലല്ലോ.
അത് കഴിഞ്ഞിട്ട് ആരടുത്തേക്കാ പോവുക? ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. ഇന്റെ അടുത്തേക്കാളാ വരിക. അള്ളാന്റെ വാക്ക് വമൻ ഖതഅഹാ ഖതഅഹു. ആരെങ്കിലും ആയത്തും ഹദീസും ദീനും കേട്ടിട്ട് പിന്നി മുറിക്കാനാണ്, സലാം പറയാതിരിക്കാനാണ് ഭാവമെങ്കിൽ അവനുമായിട്ടുള്ള ബന്ധം അല്ല വിച്ഛേദിക്കും. അല്ല വിച്ഛേദിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ വാപ്പാടും മണികം ഉമ്മാരെ പറയാം, എന്റെ കുട്ടിയായിട്ടുള്ള ബന്ധം ഞാൻ വിച്ഛേദിക്കും എന്നാണ് അതിന്റെ അർത്ഥം എന്താ? അല്ല നമ്മൾ പറയാൻ മൗലവി നിങ്ങളുമായിട്ടുള്ള ബന്ധം ഞാൻ വിച്ഛേദിക്കുന്ന പറഞ്ഞാൽ പടച്ചോമിനെ തിരിഞ്ഞു നോക്കും. ഇങ്ങോട്ടല്ലേ അമല്, ഇങ്ങോട്ടല്ലേ പ്രാർത്ഥന സ്വീകരിക്കുന്നത്, ഇങ്ങോട്ടല്ലേ നമ്മൾ അള്ളാഹിന്റെ സംരക്ഷണത്തിൽ പെടുക. സഹോദരങ്ങളെ, റമളാൻ ഞാൻ ആവർത്തിച്ചു പറയാൻ, ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢിത്തം എന്താ അറിയോ? ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢിത്തം എന്താ അറിയോ? ദുനിയാവിൽ നമ്മളുടെ ഒരു ഈഗോ ഉണ്ട്, ഞാനടക്കം ഉള്ളൊരു ഈഗോ ആണ്, എനിക്കൊക്കെ ഉണ്ടാവും. നമ്മുടെ ഒരു ഈഗോക്ക് വേണ്ടി, നാട്ടുകാരുടെ ഇടയിൽ ഹാളാകാൻ വേണ്ടി, നമ്മുടെ മനസ്സാക്ഷി പടച്ചോന്റെ മുന്നിൽ അടിയറ വെക്കുന്നതിന് മടിച്ചിട്ട് ഈ ദുനിയാവിന്റെ ആഗ്രഹത്തിന് വേണ്ടി പരലോകം നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ വലിയ വിഡ്ഢി ലോകത്താരുമില്ല. ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയട്ടെ, നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആൾക്കാർ ഇത് മനസ്സുകൊണ്ടിരും. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ ആൾക്കാർ, അള്ളാഹു അവർക്കൊക്കെ സ്വർഗം നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അവരിപ്പോ എവിടെയാ? അവരിപ്പോ എവിടെയാ? മണ്ണിന്റെ അടിയിൽ. നമ്മൾ ഓർക്കലില്ലേ? രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ആലോചിക്കലുണ്ടോ? മണ്ണിന്റെ അടിയിൽ അവർക്ക് എന്താ പരിപാടി? നമ്മളേക്കൊന്ന് മരിച്ചുപോയല്ലോ കുറെ ആൾക്കാര്. മഹല്ലത്തോല്, തെറ്റിയോലും തെറ്റാത്തോലും, ബന്ധം പുലർത്തിയോലും പുലർത്താത്തോലും, ഇന്നതിന് കിട്ടൂലാർന്നോലൊക്കെ മരിച്ചുപോയില്ലേ? ഓൽക്ക് എന്താ ഖബർ? മണ്ണിന്റെ അടിയിൽ എന്താ പരിപാടി? ഓൽക്ക് നോമ്പുണ്ടോ? ഹജ്ജുണ്ടോ? കല്യാണുണ്ടോ? സൽക്കാരുണ്ടോ? ടൂറുണ്ടോ? എളാപ്പാന്റെ കുട്ടിന്റെ നിക്കാവ് ഉറപ്പിക്കാൻ പോലുണ്ടോ? ഓൽക്ക് എന്താ പരിപാടി? ഓല് മണ്ണിന്റെ അടി കടക്കുക, അന്ത്യനാള് വരെ കടക്കുക, വേറൊന്നും ചെയ്യാതെ. ഓലെന്താ അനുഭവിക്കണ്? ഈ ദുനിയാവിൽ പടച്ചോൻ പറഞ്ഞ പോലെ, അല്ല പറഞ്ഞ പോലെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിലേക്ക് തുറന്നു വെച്ച പോലെ സ്വർഗത്തിന്റെ ഒരു കവാടം അവിടെ ഖബറിലേക്ക് രാവിലെയും വൈകുന്നേരം തുറന്നു വെച്ചിട്ടുണ്ടാവും. അല്ലാഹുവേ, അന്ത്യനാളും സ്വർഗവും പെട്ടെന്ന് നൽകണമേന്ന് അവർ ദുആ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിലോ ഫിർഔനിന്റെ ഖബറിലേക്ക് തുറന്നു വെച്ച പോലെ വേദനയുടെ, സങ്കടത്തിന്റെ, നെടുവീർപ്പിന്റെ, ദുഃഖത്തിന്റെ, ഖേദത്തിന്റെ, അട്ടഹാസത്തിന്റെ, അങ്ങേയറ്റത്തെ സങ്കടത്തിന്റെ കവാടം, നരകത്തിന്റെ കവാടം രാവിലെയും വൈകുന്നേരം അവരുടെ ഖബറിലേക്ക് തുറന്നു വെച്ചിട്ടുണ്ടാകും. അവരല്ലാണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവും, പടച്ചോനെ ഖബറിന്റെ ശിക്ഷ പോലും ഉൾക്കൊള്ളാൻ വയ്യ, പരലോകം കൊണ്ടുവരല്ലേ. എത്ര കൊല്ലായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 63 കൊല്ല ഭൂമിന്റെ മുകളില്. നബി 63 കൊല്ലം ജീവിച്ചാൽ 63 കൊല്ല ഭൂമിന്റെ മുകളില്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ട് 1400 കൊല്ലായി. 1400 കൊല്ലം നബി മണ്ണിന്റെ അടിയിലാണ്. ഞാനുങ്ങളും ഈ നാട്ടിൽ നിന്ന് മരിച്ചാൽ അന്ത്യനാള് വരെ മണ്ണിന്റെ അടിയിലും കടക്കേണ്ടി വരും. അതിനുശേഷം പരലോകത്തും. അല്ല പറഞ്ഞടാ, 10-40 10-25 കൊല്ലാനുള്ളത്. 3 കൊല്ലം തെറ്റിയിട്ട് മരിച്ചതിന്റെ പേരിൽ, 7 കൊല്ലം തെറ്റിയിട്ട് മരിച്ചതിന്റെ പേരിൽ, നമ്മുടെ കിബർ കൊണ്ട്, നമ്മൾ സലാം പറയാൻ മടി കാണിച്ചത് കൊണ്ട്, നമ്മുടെ അഹങ്കാരം കൊണ്ട്, സഹോദരങ്ങളെ 1000-ഓ 2000-ഓ 3000-ഓ കൊല്ലം ഫിർഔനിന് തുറന്നു വെച്ച പോലെ നമ്മുടെ ഖബറിലേക്കും തുറന്നു വെക്കും. പുറമെ പരലോകത്ത് ശിക്ഷയുണ്ടാവും. ആരാ വിഡ്ഢി? ഇതിനേക്കാളും വലിയ വിഡ്ഢി ആരാ? 2 കൊല്ലം 3 കൊല്ലം നന്നായിട്ട് ഈ ദുനിയാവിന്ന് മരിച്ചോയാ കിട്ടുന്ന സ്വർഗം വാശിന്റെ പേരിൽ, ഈഗോന്റെ പേരിൽ, ഞാൻ സംഭവമാണെന്നുള്ള കിബറിന്റെ പേരിൽ നമ്മൾ ഒഴിവാക്കണമെങ്കിൽ മാറണം. സഹോദരങ്ങളെ, മാറണം. ഇതെന്തിനാ പറഞ്ഞറിയോ? റമളാൻ 2 കൂട്ടരും ജീവിതത്തിൽ മാറാൻ വേണ്ടി തയ്യാറായിക്കുന്ന സമയമാണ്. അവിടെ നിന്ന് ഈ ഒരു അവസരം ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് കഴിയണം. ഇതെന്താ സംഭവിക്കലറിയോ? ഭയങ്കര സങ്കടമാണ് സത്യത്തിൽ. ജീവിതത്തിൽ ഈ ഖുത്ബിൻ ക്ലാസ് ഒക്കെ കേൾക്കൂട്ടോ. ഞാൻ പറയണ ഇന്നെ പറ്റി പറയൺ, ഖുത്ബിൻ ക്ലാസ് ഒക്കെ കേൾക്കും, മുണ്ടൂല, അയലോക്കക്കാരാണ്, മുണ്ടൂല, പള്ളിക്കൊക്കെ വരും, 2 ആളും ഖുർആനോത് ഖത്തം തീർക്കും. പെണ്ണോ ആണോ ആണ്, ആണും പെണ്ണാണ്, ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ജീവിതത്തിൽ മുണ്ടൂല, സലാം പറയില്ല. എത്ര ഖുത്ബ കേട്ടാലും ബാക്കിയൊക്കെ തീരുമാനാവും. എന്താ പറയോ? ഓനോട് മുണ്ടിയിട്ട് കിട്ടുന്ന സ്വർഗം തൽക്കാലം എനിക്ക് വേണ്ട, ഓളോട് തെറ്റിയിട്ട് എനിക്ക് നരകം കിട്ടണ, ഈ തൽക്കാലം ഞാനത് സഹിച്ചു. എന്നിട്ട് പറയാണ് പെടുന്ന്, നമ്മൾ പറയാം നമ്മുടെ നാവോണ്ട്
എടാ അന്നേറ്റ് യാതൊരു ബന്ധമല്ല, ഞാൻ മരിച്ചാജ് വരണ്ട, ഇന്റെ മയ്യത്തെറ്റ് നിസ്കരിക്കും വേണ്ട, ഞാൻ ഇയ്യറ്റ മരിച്ചാ വരൂല്ല, ഇന്റെ വളപ്പക്കെട്ട് ചവിട്ടും വേണ്ട, ഞാൻ നാട്ടിൽ ആർക്ക് വെള്ളം കൊടുത്താലും ഇന്റെ മുന്നിൽ നിന്ന് പഴഞ്ഞു വീട് മരിക്കുകയാണെങ്കിൽ ഒരു തുള്ളി വെള്ളം ഞാൻ തരൂല്ല. ഞാൻ ആ വല്യർത്താനം പറഞ്ഞ ഞാനുങ്ങളും മരിച്ചു, പള്ളിക്ക് കൊണ്ടുവന്ന് വെച്ചു. നമ്മളെ കുട്ടിക്ക് എന്താ പരിപാടി അറിയോ? മൈക്ക് ഓണാക്കിയിട്ട് മയ്യത്തായി നമ്മൾ കിടക്കുക, ഇവിടെ കിടക്കുക. വല്യർത്താനം പറഞ്ഞ ഞാനും ഉമ്മമാരെ നിങ്ങൾ ഇവിടെ കിടക്കുകയാണ്. നമ്മളെ മക്കൾ എന്നിട്ട് മൈക്കി കൂടെ എന്റെ വാപ്പ എന്റെ അമ്മയാണ് ഈ കിടക്കുന്നത്, വാപ്പാന്റെ ഇമ്മാന്റെ സാമ്പത്തികമായ ബാധ്യതകൾ മക്കളായ ഞങ്ങൾ ഈ 3 ആൾക്കാരെ ഏറ്റെടുത്തു. അടുത്ത എന്താ പറയാ? ബാപ്പ ആരോടെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ, ഉമ്മ ആരോടെങ്കിലും ദേഷ്യപ്പെട്ട് വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉപ്പയുടെയും അല്ലെങ്കിൽ ഉമ്മാന്റെയും പരലോകം വിചാരിച്ച് നിങ്ങൾ അത് പൊരുത്തപ്പെട്ട് കൊടുക്കണമേ എന്ന് മക്കളായ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഞാൻ മരിച്ചിട്ട് എന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടി ഈ നാട്ടിലത്തെ 100-500 ആൾക്കാർ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം അല്ലേ? എനിക്ക് അള്ളാഹു 60 കൊല്ലം 70 കൊല്ലം ആയുസ് എന്നപ്പം അള്ളാഹുവിനോട് പറഞ്ഞു, മരിക്കുന്നതിന് മുന്നേ മുഹമ്മദ് അബ്ദുറഹ്മാനെ ഫാത്തിമ ആയിഷാടാ ബാക്കിയുള്ളവർക്കൊന്ന് പൊരുത്തപ്പെട്ട് മരിച്ചോ, എന്റെ എല്ലാ ഭാവം ഞാൻ പുറത്തുതരാം. അപ്പൊ എന്താ പറഞ്ഞീനെ? അതിനൊന്നും നിന്നെ കിട്ടൂല, അതൊന്നും വിചാരിച്ചാൽ നിങ്ങളോട് എന്തോ പറയാൻ നിൽക്കണ്ട, അതിനൊന്നും എന്റെ ബാപ്പൽ എന്റെ വല്യാപ്പ സമ്മതിച്ചിട്ടില്ല, മരിച്ചാൽ ഞാൻ കാണാൻ പോകൂല. ആ പറഞ്ഞ ആളുടെ മക്കൾ വന്നിട്ട് മൈക്കി കൂടെ ബാപ്പാന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടി നാട്ടാർ പുറത്തു കൊടുക്കണം. പടച്ചോൻ സ്വീകരിക്കും കൂട്ടരെ, പടച്ചോൻ സ്വീകരിക്കും. ആരെടുത്ത നാടകം? ഞാനിത് എന്തിനാ നിങ്ങൾ പറഞ്ഞ? റമദാൻ 1ാമത്തെ വെള്ളിയാഴ്ചയാണ്. ഇന്നാണ് തീരുമാനിച്ചാൽ നമ്മുടെ കൂടെ അല്ലാഹ് ഉണ്ടാകും, സ്വർഗ്ഗം നമ്മളൊപ്പം ഉണ്ടാവും. അല്ലെങ്കിൽ കുറ്റബോധവുമായി മരിച്ചോ ആവർത്തിക്ക. 3 കൊല്ലോ 4 കൊല്ലാണ് നമ്മൾ തെറ്റുക. ആ തെറ്റിന്റെ പേരിൽ 1000കണക്കിന് കൊല്ലം അന്ത്യനാൾ വരെ മണ്ണിന്റെ അടിയിൽ നിന്ന് നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, പുറമെ നരകവും. സഹോദരങ്ങളെ, മാറുക, നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ ഈ റമദാൻ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹി ഇബാദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നുണർത്തുകയാണ്. സഹോദരങ്ങളെ, 2 കാര്യം പെട്ടെന്ന് ഇതുമായി ബന്ധിപ്പിച്ച് പറയണം. ഒന്ന്, ഇത് പറയുമ്പം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ചിന്ത, സ്വാഭാവികമായിട്ട് മനുഷ്യൻ നിലനിൽക്കുന്നതാണ് ചിന്ത. ഒന്ന്, എന്താ മൂപ്പരിങ്ങട്ട് എന്നോട് അവളിങ്ങട്ട് എന്നോട് ചെയ്ത തെറ്റിനെ കുറിച്ചൊന്നും മൗലവി ഇങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഞങ്ങളെ വിശദീകരിച്ചൊന്നും പറയണില്ല. അത് മാത്രം ഇസ്ലാമിക ചരിത്രത്തിൽ സംഭവിച്ചത് മാത്രം പറയണമെങ്കിൽ 4-5 ഖുത്ബ പറയാൻ മാത്രം ഉണ്ടാവും. ഒറ്റൊന്ന് പറയണം, ഒരൊറ്റൊന്ന്. പരിശുദ്ധ ഖുർആനിലെ ആയത്തിറങ്ങിയൊരു സംഭവം പറയട്ടെ, അത് മനസ്സിലുണ്ടാണ്, യുവാക്കൾ അടക്കണ്ടാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖിന്റെ മകളുടെ പേരാണ് ആയിഷ ബീബി. ആ ആയിഷ ബീബിനെയാണ് പ്രവാചകൻ വിവാഹം കഴിച്ചത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, മകൾ ആയിഷ ബീബി, ആയിഷയുടെ ഭർത്താവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം സജീവമായി ആളുകൾ, ഖുറൈശികൾ, മുശ്രിക്കുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മുടെ ഉമ്മ, പ്രവാചകന്റെ ഭാര്യ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റിയിട്ട് വ്യഭിചാര ആരോപണം കഥയുണ്ടായി അങ്ങാടിയിൽ. ആയിഷ ബീബി വ്യഭിചരിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ആ വ്യഭിചാര ആരോപണ കഥകൾ മുനാഫിക്കൾ അങ്ങാടി കൂടെ പറഞ്ഞിങ്ങനെ പ്രചരിപ്പിക്കുമ്പം അതിൽ ഒരാളും കൂടി ഉണ്ടായിരുന്നു പറയുന്നതിൽ, പ്രചരിപ്പിക്കുന്നതിൽ. അദ്ദേഹത്തിന്റെ പേര് മിസ്തഹ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. മിസ്തഹ് റളിയല്ലാഹു അൻഹു ആരറിയോ? മിസ്തഹ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വളർത്തുപുത്രനാണ്. എന്ന് പറഞ്ഞാൽ മിസ്തഹ് റളിയല്ലാഹുവിന്റെ ഭക്ഷണം അബൂബക്കർ സിദ്ദീഖ് തന്നെ കൊടുക്കണേ, വസ്ത്രം അബൂബക്കർ സിദ്ദീഖ് തന്നെ കൊടുക്കണേ, താമസം സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിലാണ്. ആയിഷ ബീവിന്റെ കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകന് സമാനമായി വളർത്തിയ ആളാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു. ആ മിസ്തഹ് റളിയല്ലാഹു അൻഹു തെറ്റിദ്ധരിച്ച് സ്വന്തം പെങ്ങളായി കാണേണ്ട ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച്
തന്റെ ബാപ്പയായി കാണേണ്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളെ കുറിച്ച് ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചെലവിൽ ജീവിച്ചു കൊണ്ടിരിക്കെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിയിട്ട് വ്യഭിചാരാരോപണം പറയുന്നതിൽ മുന്നിലുണ്ടായി. ഇസ്ലാമിക ലോകം സ്തംഭിച്ചു. എന്തുണ്ടായിരുന്നു? പ്രവാചകൻ കരഞ്ഞു. ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിയില്ല. 1.5 മാസത്തോളം ഇസ്ലാമിക ലോകം സ്തംഭിച്ചു എന്ന് അറിയോ? പുതിയതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ പള്ളിക്കൊക്കെ അങ്ങാടികൾ വരുമ്പോഴേ മുനാഫിക്കുകൾ അങ്ങാടിയിൽ നിന്നാണ്ട് എവിടേക്കാ പോണ്? പള്ളിക്കൊക്കെ. ഏത്? അന്റെ മുഹമ്മദിന്റെ വേക്കലിസ്കരിക്കാനോ? എടാ ഓന്റെ പെണ്ണുങ്ങൾ വ്യഭിചരിച്ചടക്കണ മൂപ്പരെ. പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ മാനക്കേടോട് തിരിച്ചുപോയി, കുഫ്രിയത്തേക്ക് പോയി. ഇസ്ലാമിൽ ജീവിക്കാൻ കഴിയാണ്ട് കളിയാക്കലുണ്ട്. 1.5 മാസം കഴിഞ്ഞു. 1.5 മാസം കഴിയുമ്പോ സൂറത്ത് നൂർ അല്ലാഹ് ആയത്തിറക്കി. ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്തിട്ടില്ല. ആയത്തിറക്കി കഴിഞ്ഞ ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നിട്ട് പറഞ്ഞു, ഇനി മിസ്തഹിന് ഞാൻ ചെലവ് കൊടുക്കൂല. ഞാൻ തല്ലണില്ല, അടിക്കണില്ല, ഒന്നും ചെയ്യണില്ല. ഞാൻ മിസ്തഹ് റളിയല്ലാഹു അൻഹു ചെലവിന് കൊടുക്കണില്ല. ഞാൻ ചോദിക്കട്ടെ, സത്യസന്ധമായിട്ട് ഇരിക്കുകയാണ്. നമ്മളാണെങ്കിൽ ആരോപണം ഉന്നയിച്ച ആ സ്പോട്ടിൽ വീട്ടിൽ നിന്ന് പുറത്താക്കൂലേ? ആയത്തിറങ്ങാൻ കാത്തിക്കോ? സ്വന്തം പെങ്ങളായി ബാപ്പയായി കരുതേണ്ട ഒരാളെ, പെങ്ങളായി കരുതേണ്ട ഒരാളെ അങ്ങാടിയിട്ട് മുനാഫിക്കാളെ കൂട്ടത്തിൽ വ്യഭിചരിച്ചു. കട്ടൂന്നല്ല, തെറ്റിയല്ല, വ്യഭിചാരം. അതിനേക്കാളും വലിയ ആരോപണം എന്താണ്? നമ്മൾ അപ്പപരിന്ന് പുറത്താക്കൂലേ? 1.5 മാസം ആരോപണം ഉന്നയിക്കുമ്പോഴും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കൊടുത്തു, താമസിപ്പിച്ചു, വസ്ത്രം വാങ്ങിക്കൊടുത്തു, വീട്ടിൽ മകനെ പോലെ പെരുമാറി. ആയത്തിറങ്ങി ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്തിട്ടില്ല. അപ്പം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി ഞാൻ മിസ്തഹിന് ചെലവിന് കൊടുക്കൂല, ഞാൻ അടിക്കൂല, പുറത്ത ഒന്നുമല്ല, പക്ഷെ ഞാൻ ചെലവിന് കൊടുക്കൂല. അള്ളാഹു ആയത്തിറക്കി. അതിന്റെ മേപ്പെട്ട് ഇനി അവനാനോട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ വെച്ചോളി. എന്താ അള്ളാഹ് ആയത്തിറക്കി അറിയോ? വലിയഅഫു ഫലിയസ്ഫഹു അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും. അബൂബക്കറേ റളിയല്ലാഹു അൻഹു, അബൂബക്കർ, മിസ്തഹിന് നീ പുറത്തു കൊടുക്കണം, മിസ്തഹിന് നീ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം, മിസ്തഹിന് നീ രണ്ടാമത് വീണ്ടും ചെലവ് ചെയ്തു കൊടുക്കണം. എന്തിനാ അബൂബക്കർ? അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിനക്ക് പുറത്തു തരണം എന്ന് അബൂബക്കറെ നീ പ്രാർത്ഥിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നില്ലേ? ഇതാണ് വ്യക്തിപരമായി നമ്മളോട് അല്ലാഹു ചോദിക്കുന്നത്. നിങ്ങൾ അള്ളാഹുവിനോട് പടച്ചവന്റെ കാരുണ്യവും പൊറുക്കലും തേടുന്നില്ലേ? നമ്മൾ അള്ളാഹിക്കാൻ, നമ്മൾ സോങ്ങൾ അള്ളാഹിന്റെ എത്ര പാവം പൊറുക്കാൻ അതുണ്ട്? ഞാനും നിങ്ങൾ എത്ര പാവം പൊറുക്കാൻ? 5 എണ്ണോ 10 എണ്ണോ? കഴിഞ്ഞ റമദാനിൽ നമ്മൾ എന്തേ പ്രാർത്ഥിച്ചു? അള്ളാഹുവേ, ഇനി ഞാൻ ഈ റമദാന് ശേഷം ഇന്നാലിന്ന പാപങ്ങൾ ചെയ്യൂലേ നിർത്തി. ഈ റമദാനിൽ നമ്മൾ തേടാനുള്ള എന്താ? അള്ളാഹുവേ, ഞാൻ നിർത്തി എന്ന് പറഞ്ഞ പാപം വീണ്ടും ഞാൻ 1 വർഷം ചെയ്തിട്ടുണ്ട്, നീ എനിക്ക് പുറത്തു തരണമേ. കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട്, സമ്പത്തില്, വർത്താനത്തില് സംഭവിച്ചിട്ടുള്ള 10 തെറ്റ, 100 തെറ്റ, 1000കണക്കിന് തെറ്റുകൾ പൊറുക്കാൻ വേണ്ടി നമ്മൾ അല്ലാണ്ട് തേടുക. അള്ളാഹുവേ, എന്നിൽ നിന്ന് സംഭവിച്ച 1000 പാപങ്ങൾ നീ പുറത്തു തരേണമേ. ഇങ്ങോട്ട് അല്ല പറയൺ, നീ തെറ്റിക്കുന്ന ആള് നിന്നോട് എത്ര തെറ്റാ ചെയ്തത്? 1 10,000 തെറ്റ് ചെയ്തിക്കണോ? 1000 തെറ്റ് ചെയ്തിക്കണോ? ഇല്ല, മാക്സിമം 15 തെറ്റ്. 15 തെറ്റ് നിന്നോടൊരാള് ചെയ്താൽ ഇജ്ജ് പറയാ, ഞാൻ പൊറുക്കൂലടാ, വളപ്പ് ചവിട്ടണ്ടടാ, മരിച്ചാൽ ഞാൻ നിസ്കരിക്കൂല. എന്നിട്ട് അതേ ഇന്നോട് 1000 10,000 തെറ്റെന്നാൽ തെറ്റ് ചെയ്തിട്ട് പടച്ചോനെ പുറത്തരണം. അപ്പൊ നീയാണടാ വലുത് അതോ അള്ളയാണടാ വലുത്? ഇതാ നമ്മളുള്ള ചോദ്യം. സഹോദരങ്ങളെ, ഇപ്പൊ നമ്മളെ മനസ്സിൽ ഇടങ്ങേറില്ലേ? ഉണ്ട്, ഇടങ്ങേറുണ്ട്. എനിക്കറിയാം, ഞാനും മനുഷ്യനാണല്ലോ. ഇടങ്ങേറില്ല, ഇടങ്ങേറുണ്ട്. പക്ഷെ സലാം പറയുന്ന ബന്ധമെങ്കിലും നമ്മൾ നിലനിർത്തണം. സലാം പറയുന്ന ബന്ധം. വീട്ടിൽ പോയി ചിലപ്പം വീട്ടിൽ പോയിട്ട് നമ്മൾ കെട്ടിപ്പിടിക്കേണ്ടി വരും, ചിലപ്പം കൈയെടുക്കേണ്ടി വരും. ഒന്നുമില്ല, ഫോൺ എടുക്കുക, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണം കേട്ടോ. ആ ബന്ധമെങ്കിലും സ്വങ്ങൾ ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ ആമ്പല് പോകും. പടച്ചോ നമ്മളായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കും. ഇസ്തിഗ്ഫാർ തലന്റെ മോൾക്ക് പോകില്ല, നമ്മൾ ഖബർ കിടന്ന് അനുഭവിക്കേണ്ടി വരും. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഒരു ഈഗോയും നമ്മുടെ ഒരു വിഷയം ഉണ്ടല്ലോ, മനുഷ്യത്വം എന്ന് പറയുന്നത് നമ്മുടെ അഭിമാനം, അത് നമ്മൾ താഴ്ത്തിക്ക് ഇറക്കിയേക്കണ്ടേ? ഇറക്കി വെക്കണം. ഉറപ്പാണ്. നമ്മൾ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടാണ് സ്വർഗം വിചാരിച്ചിട്ട് വിളിക്കണത്. അള്ളാഹ് പറഞ്ഞ വാക്കുന്നുണ്ട്, അമ്മാമൻ ഖാഫ മഖാമ റബ്ബി,
അള്ളാന്റെ കോടതിയിൽ ഞാൻ നിൽക്കേണ്ടി വരും. അർശിന്റെ തണൽ കിട്ടണം എനിക്ക്, വലതു കൈയിൽ ഗന്ധം ലഭിക്കണം എനിക്ക്, പ്രവാചകന്റെ ശഫാഅത്തിൽ ഉദമ ലഭിക്കണം എനിക്ക്, അമ്പിയാക്കന്മാരുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് വേണം എനിക്ക് എന്ന ബോധ്യത്തിൽ എന്റെ മനസ്സിന്റെ ഒരാഗ്രഹത്തെ ഞാൻ പടച്ചോന്റെ ഇഷ്ടത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ അതാണ് വനഹൻ നഫ്സ അനിൽ ഹവാ. എന്റെ ഇഷ്ടത്തിന് പകരം അള്ളാഹുവിന്റെ ഇഷ്ടത്തെ ഞാൻ കൊണ്ടുവന്നു. സലാം പറഞ്ഞു, ആലിംഗനം ചെയ്തു, കുടുംബത്തെ പോയി സന്ദർശിച്ചു, ഓലെ ഞാൻ ഇഫ്താറിന് വിളിച്ചു, ഓലെ ഞാൻ സംഗമത്തിന് വിളിച്ചു. എടാ, ഈ റമദാനോടുകൂടി നമ്മൾ തമ്മിൽ ഒന്നാകുകയാണ് കേട്ടോ എന്ന് പ്രഖ്യാപിച്ചു. അള്ളാന്റെ വാക്കെന്താ അറിയോ? ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. അവന്റെ നേരെ, അവളുടെ നേരെ ഞാൻ സ്വർഗം എഴുതി വെക്കും. ആ സ്വർഗം നമുക്കാണ് കിട്ടണം. ഈ വെള്ളിയാഴ്ച നമുക്ക് അതിനു വേണ്ടി ആകണം. ഒന്നാമത്തെ വെള്ളിയാഴ്ച. സോ ഞാൻ ഇതിങ്ങനെ പറയണത്, മരിച്ചാണ് ചെന്നിട്ട് പിന്നീട് നമ്മൾ പടച്ചോൻ ഈ ചെയ്തതൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് അനുഭവിക്കുന്ന ഒരു പ്രയാസം ഉണ്ടല്ലോ, അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പൊ ഒന്ന് ദുനിയാവക്ക് വന്നാൽ ഒരു പറഞ്ഞുതരും. അതിന് അവസരമില്ലാത്തതുകൊണ്ടാണ്. സോങ്ങളെ, നമ്മൾ അള്ളാഹുവിന്റെ അടിമകളായി, നമ്മൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരായി നമ്മൾ പോയി സലാം പറയാ, നമ്മൾ ഫോണിൽ മെസ്സേജ് അയക്കുക, നമ്മൾ അവർ ഇഫ്താർ വിളിക്കുക. അതോടുകൂടി അള്ളാഹുവിന്റെ പക്കൽ നമ്മൾ ഏറ്റവും ഉന്നതരായി മാറും. നമ്മുടെ അമലുകൾ സ്വീകരിച്ചു തുടങ്ങും, നമ്മുടെ പാപങ്ങൾ പുറത്തു തുടങ്ങും, നമ്മൾ അമ്പിയാക്കന്മാരുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനും കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങൾ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, റമദാനിൽ ഞങ്ങൾ ചെയ്ത മുഴുവൻ ആരാധനകളും നാഥ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച് റയ്യാൻ കവാടം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾക്കിടയിൽ പകയോ വിദ്വേഷമോ തെറ്റി നിൽക്കലോ ഉണ്ടെങ്കിൽ റഹ്മാനായ നാഥ സ്വർഗത്തിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി, അർശിന്റെ തണൽ ലഭിക്കുന്നതിന് വേണ്ടി അത് പരസ്പരം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനും പൊരുത്തപ്പെടിപ്പിക്കുവാനുമുള്ള ഈമാനും തഖ്വയും നാഥ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, നിന്റെ അടിമയായി ജീവിക്കുന്ന ഞങ്ങൾക്ക് നീ നൽകുന്ന സ്വർഗത്തിന് വേണ്ടി ഏത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുവാനുമുള്ള ഈമാനും തഖ്വയും നാഥ ഈ പരിശുദ്ധ മാസത്തിൽ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ മരിച്ചു പോകുന്ന സമയത്ത് നിനക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതം മാറ്റിവെച്ചതിന്റെ പേരിൽ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന വിശ്വാസികളിൽ നാഥ നീ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ പാപങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടു പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അസുഖമായി കിടക്കുന്നവരുടെ അസുഖം നീ ഭേദമാക്കണമേ റഹ്മാനെ. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവർക്ക് നാഥ സമാധാനവും സാമ്പത്തികമായ സുസ്ഥിരതയും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഗൾഫ് നാടുകളിലും വിദേശ നാടുകളിലും കഠിനാധ്വാനം ചെയ്യുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നാഥ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഫലസ്തീനിലും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലും കട്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ അമലുകളെ നീ സ്വീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഇസ്തിഗ്ഫാറിനെ നീ സ്വീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ റയ്യാൻ കവാടം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.